അപ്പോൾ പ്രിയപ്പെട്ട സഖാക്കളെ, ഡിയർ കോമ്രേഡ്സ്, അപ്പോൾ വിപ്ലവത്തിൻ്റെ ഘനീഭവിച്ച രൂപം എന്നല്ല, വിപ്ലവത്തിൻ്റെ ശാസ്ത്രീയമായ രൂപം വികസിപ്പിച്ചെടുത്ത ഒരു സയൻറ്റിസ്റ്റാണ് ഞാൻ, ഹൈന്ദവ സയൻറ്റിസ്റ്റ് കൃഷ്ണദാസ്. അപ്പോൾ നമുക്ക് വിപ്ലവം, ബുദ്ധിപരമായ വിപ്ലവം രാജ്യത്ത് നടപ്പിലാക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ഡാറ്റകൾ വേണം. അന്ന് നമ്മൾ എവിടെയൊക്കെ സ്ത്രീകൾ 70 വയസ്സ് കഴിഞ്ഞിട്ടും ഈ നമ്മുടെ ഇന്ത്യയിൽ എവിടെയൊക്കെ പണിയെടുക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയണം. അതൊന്നും ഇവിടെ അറിയണില്ല ആരും. അവർ ജോലി സമയമൊക്കെ, പിന്നെ അവരെവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ള ഏതൊക്കെ ഗ്രാമങ്ങളിൽ ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ് നമ്മൾ അറിയണം. അതിനുള്ള ഡേറ്റ അനാലിസിസ് നടന്നിട്ടില്ല ഇവിടെ. ദാരിദ്ര്യമുണ്ട്, തൊഴിലില്ലായ്മ ഉണ്ട് എന്നൊക്കെ പറയാമെന്നല്ലാണ്ട് നമ്മൾ ഇതിലേക്ക് പോകണം. അപ്പോൾ എൻ്റെ മുമ്പത്തെ 4-5 ക്ലാസ്സുകൾ നിങ്ങൾ സമയമുണ്ടെങ്കിൽ കേൾക്കുക. അപ്പം എന്നെ നിങ്ങൾ ഇവൻ്റെ സന്ദേശത്തെ ശങ്കരാടിനെ പോലെ കാണണമെന്ന് എനിക്കറിയില്ല, അതിൻ്റെ ഇത് ആവശ്യമില്ലല്ലോ. എന്നെ എങ്ങനെ കാണണമെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിലെ ഒരു സാധാരണ മനുഷ്യൻ, നമ്മൾ എന്താ പറയുക, ഒരു വായനശാലയൊക്കെ ബന്ധപ്പെട്ട ഒരു 70-80 സ്നേഹമില്ലേ, അത്യാവശ്യം ഒരു ലോകാര്യം സംസാരിക്കുന്ന ഒരു ആൾക്കാരുടെ സ്നേഹം, അത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. അങ്ങനത്തെ ഫ്രണ്ട്സ് നമുക്ക് വേണ്ടു. പിന്നെ ഷിജുഖാൻ ഭായ് അമേരിക്കക്കെതിരെ പ്രസംഗിച്ചപ്പോൾ ഒരു ട്രോളാക്കി ഇറക്കി എല്ലാവരും. അവരിപ്പോഴെല്ലാം ട്രോളാന്ന് തുടങ്ങിയ ട്രോളിട്ടെ. നമ്മൾ അമേരിക്കനെ അങ്ങനെ നിൽക്കട്ടെ. അമേരിക്ക സാമ്രാജ്യത്വം അറബിക്കടലിൽ തന്നെ, അവിടെ തന്നെ അമേരിക്കയിൽ ഇനി ഇങ്ങോട്ട് ഇല്ല. ഇത് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടാ കളിക്കിയത്. ആ മരത്തിൽ മമ്മൂട്ടി മാറിക്കണം, അതേപോലെ പൂശി ഗംഭീരം. അപ്പം നമുക്ക് നേരിട്ട് കാണാം, നമുക്ക് സംസാരിക്കാം, വിപ്ലവം സംസാരിക്കാം. പിന്നെ അപ്പോൾ അങ്ങനെയാണ് ക്ലാസ്സുകൾ നിൽക്കണം. അതിനിടയിലെ കുറേ അവസ്ഥകൾ, യൂട്യൂബേഴ്സിൻ്റെ മൊബൈൽ ഹാക്കിങ്, ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് വലിയ പെടുത്തില്ല. ഇവരുടെ തല എങ്ങനെ നിൽക്കണേ, എന്ന് തുടങ്ങിയത് നമുക്കറിയില്ല. ഞാൻ അവിടെ FBയിലൊക്കെ കുറച്ച് ഇടയ്ക്ക് എഴുത്തുകളൊക്കെ ഉള്ള ഒരാളാണ് കൃഷ്ണദാസ് കുറുവത്ത്. പണ്ട് ജോൺസന്റെ മുഖമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോൺസൺ മാസ്റ്ററെ. ആളുടെ ലളിതമായ സംഗീതം, ആളുടെ BGM ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഇന്നലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മോഹൻ സിത്താരിയായിരുന്നു. അതൊരു നമ്മളൊരു ഗ്രൂപ്പിൽ ഒരു ഐഡിയ എഴുതി, അത് നമ്മളാണ് ജോൺസനെ കൊതിക്കണ പോലെ എഴുതിയുള്ളൂ. ഏറ്റവും അവസാനം മനസ്സിലായി അത് മോഹൻ സിത്താരി ആയിരുന്നു. ജോൺസൺ വിചാരിച്ചു പോകും. അതേപോലെ ജോൺസനെ പ്രേമിക്കുന്ന ആളായിരുന്നു ഞാൻ. ഇപ്പോഴത് തന്നെ ആളുടെ ഒരുപാട് BGMകളെ കുറിച്ചും പാട്ടുകളെ കുറിച്ച് തന്നെ പറയാനുണ്ട്. അത് പിന്നെ സംസാരിക്കാം. ഇത് ഓർമ്മയിൽ വയ്ക്കുക, ജൂലൈ 1. അപ്പോൾ നമ്മളിപ്പോൾ ബാങ്കുകാർക്ക് വേണ്ട, ഇപ്പോൾ നമ്മുടെ എന്താണ് IT കയറ്റുമതി, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഡേഞ്ചറാണ് അത്. ഇപ്പോൾ വിഴിഞ്ഞം എയർപോർട്ടിന്, അതായത് VD സതീശൻ സാർ ഭരിക്കുന്ന നാട്ടിൽ ഈ ടെക്നോ ഫ്യൂഡലിസം വെച്ച് പോക്കിച്ചിരിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട CM ഭരിക്കുന്ന നാട്ടിൽ വിഴിഞ്ഞം എയർപോർട്ടൊക്കെ, തിരുവനന്തപുരത്തെ എയർപോർട്ടിന് വേണ്ടിയിട്ട് സ്വിറ്റ്സർലാൻഡിൽ ഇൻവെസ്റ്റ്മെന്റ് വന്നതാണ്. അത് രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ടാണോ, സംസ്ഥാനത്തോടുള്ള സ്നേഹം കൊണ്ടാണോ, കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ടാണോ, വഡോദരയോടുള്ള സ്നേഹം കൊണ്ടാണോ, വഡോദരല്ല വാദരോടുള്ള സ്നേഹം കൊണ്ടാണോ, ഈ മൾട്ടിനാഷണൽ കോർപ്പറേഷനുള്ള സ്നേഹം കൊണ്ടാണോ? നിങ്ങൾ ചിന്തിക്കൂ. ഇതേപോലെ പല ഇൻവെസ്റ്റ്മെന്റുകളും, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകൾ, നമ്മുടെ അധ്വാനിക്കുന്ന പല തൊഴിലാളി വർഗം എന്ന് പറയുന്നത് ഈ വേർക്ക് പണിയെടുക്കുന്ന ആൾക്കാർ മാത്രമല്ല, നമ്മുടെ ഡോക്ടർമാരെ താഴെ നിൽക്കുന്ന വലിയൊരു വൈറ്റ് കോളർ സമൂഹത്തിന്റെ യുവത്വം നശിച്ചുകൊണ്ടിരിക്കുക ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കാരണം. ഔട്ട്സോഴ്സിങ്ങോ, നമ്മുടെ മറ്റു രാജ്യത്ത് ജോലി ചെയ്തു കൊടുക്കുന്ന ജോലി ഉണ്ടായിരുന്നല്ലോ കുറച്ചാൾ മെട്രോകളിൽ. കുറച്ച് ആൾക്ക് ജോലി കിട്ടി, ശമ്പളം കിട്ടി, ഓക്കെ, ദാറ്റ്സ് ഓക്കെ. പക്ഷെ നമ്മളിതൊരു വേറെ രീതിയിൽ അടിമകളാക്കാന്ന് കണ്ടുപിടിക്കാൻ ഇവിടെ ആരും ഉണ്ടായില്ല. ഒരാൾ സംസാരിച്ചില്ല, ഒരു ലേഖനം വന്നിട്ടില്ല ഇതുവരെ എവിടെയും. ആർക്കും സമയമില്ല. പിന്നെ ഇത് മൊബൈലിന്റെ കേസാ. നമ്മുടെ പാസ്വേഡ്, ഇപ്പം എനിക്കൊരു കുറച്ച് ശല്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു വലിയൊരു ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു ബാങ്കുകളിലെ ഇതും അവരുടെ സിസ്റ്റം പോലെ ഇരിക്കുന്ന ഏതോ ഒരു ലോകം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ഗൂഗിൾ പേയിൽ വരുന്ന ഇതറിഞ്ഞിട്ട് അയച്ചു കൊടുക്കുന്നൊരു ഇതുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചാണ് അത് പോയിട്ട്. അപ്പോൾ അവർ അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്കൊരു ഇപ്പോഴത്തേക്കില്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന് നമ്മളിത് കണ്ടുപിടിക്കേണ്ടത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവോ? നമുക്കൊരു മൊബൈലുണ്ട്, അതിൻ്റെ സ്ക്രീനാണ് കാണുന്നത്, നമ്മളാണ് നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ നമ്പർ അടിച്ചു കൊടുക്കുന്ന സ്പേസ്. ഇവിടെ നമ്മുടെ ഐ വെച്ചിട്ട്, തെളിയുന്നില്ല പല ഐയുടെ ശാസ്ത്രഘടന വെച്ചിട്ട് മെറ്റീരിയലിറ്റി ഓഫ് വുമൺ മൈൻഡ് കളിക്കുന്നത് ഞാൻ പറയുന്നത്. അതായത് നമ്മളിവിടെ നമ്പർ ഇവിടെ പോണത് ഡോട്ടായിട്ടും അവിടെ പാസ്വേഡായിട്ടും പോണത്
നമ്മളൊരു ടൈപ്പ് ആയാണ് തന്നെ ക്യാമറ ലെവലിൽ കാണുന്ന രീതിയിൽ ഒരു പൊട്ട ബുദ്ധിയോട് വർക്ക് ചെയ്യണില്ലേ, ഒരു ശാസ്ത്രബുദ്ധി ഏതൊരായത്തുണ്ടല്ലോ, അവർക്കറിയാലോ എന്തോ. അപ്പോ ഇങ്ങനെ അതുപോലെ ഷെയർ മാർക്കറ്റിന്റെ കുറെ രഹസ്യ കോഡുകൾ ഇതൊക്കെ അന്തർവാഹിനികളിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അന്തർവാഹിനി ജലതരംഗം വഴിയുള്ള കോഡുകളൊക്കെ ആക്കി മാറ്റിണ്ടാവും ഇവര്. അത് ചെയ്യും. നെഗറ്റീവ് ഇൻഫിനിറ്റിയിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് ഇൻഫിനിറ്റിയാണ്. അറ്റം വിട്ടുപോയി. പിന്നെ അപ്പുറത്തെ സ്പേസാ. ആരെയോ ജനങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുക. അവർക്കൊരു പ്രത്യേക രീതിയിലുള്ള ഒരു അടിമവർഗത്തെ അവർ കിട്ടിയോണ്ടിരിക്കണം. കുറെ രാഷ്ട്രങ്ങൾക്ക് അത് കിട്ടും, കുറെ ഭൂഖണ്ഡങ്ങൾ കുറച്ചുകളൊക്കെ അത് കിട്ടും. ഇപ്പൊ നമ്മുടെ ആഫ്രിക്കൻ കൺട്രിയിലുള്ളവർക്ക് ബുദ്ധിയുള്ളവരും നല്ല സ്പെഷ്യലുള്ള ആൾക്കാരാണ് അവരൊക്കെ. അവർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിപൂർവ്വം ചിന്തിച്ചാൽ ഭാരതത്തിൽ എന്തൊരു നടന്നുകൊണ്ടിരിക്കണത് പോലെ അവിടെ ശരിക്കും നടത്താം. ഇനി ദരിദ്ര രാഷ്ട്രങ്ങളോ അടിമ രാഷ്ട്രങ്ങളോ ആഫ്രിക്കയിൽ ഉണ്ടാവാൻ പാടില്ല. ആരും ശ്രദ്ധിക്കണില്ല. ഈ വെള്ളം കളിച്ച് ഡാൻസ് കളിച്ച് നടക്കന്നെ. അതൊന്നല്ല അവിടെ, അതവരാ സാധനം. അപ്പൊ ഇത് ഇങ്ങനെ കണ്ടുപിടിക്കേണ്ട സാധനം അവര് ചെയ്യുന്ന ഞാൻ പറയണേ. നമ്മൾ എഴുന്നിട്ട് നമ്മുടെ കൈവിരലുകൊണ്ട് ഈ സ്പേസിൽ 1 2 3 അടിച്ചു കൊടുത്താൽ അത് നമ്മുടെ ഇതിൽ പോണത്, പാസ്വേഡ് ഇട്ട് താഴത്തേക്ക് പോണത് ഇങ്ങനെ ഡയറക്റ്റ് കാണുന്ന രീതിയിലുള്ള ഒരു ബുദ്ധി കൂടി വർക്ക് ചെയ്യുന്നത്. എത്ര പൊട്ടക്കളാണ് അവര്. അതെന്താ IT കയറ്റുമതിയാണെന്ന് ഞാൻ ചോദിക്കണേ. പിന്നെ ഈ സ്വപ്ന സുരേഷായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ 3.5 കോടി ജനങ്ങളിലും ഡാറ്റ പോയിട്ടുണ്ട് അമേരിക്കൻ കമ്പനിക്ക്. എന്തിന്? എന്റെ പോയിട്ടുണ്ടോ? കാരണം എനിക്കത് അറിയണത് എവിടെ പോയിട്ട് ചോദിക്കും ഞാൻ. നമ്മുടെ ഡാറ്റ മോഷണം പോയാൽ എവിടെ പോയിട്ട് ഒരു സാധാരണ പൗരൻ കംപ്ലൈന്റ് ചെയ്യും? ഇവിടെ പഞ്ചായത്ത് അതിനുള്ള സൗകര്യം ഉണ്ടോ? ഇതിനെക്കുറിച്ച് അറിവുള്ള ആരെങ്കിലും ഉണ്ടോ? ഇതൊരു സീരിയസ് കേസാണോ? പിന്നെ ഈ ബലി കൊടുത്ത ഇത് ഇവര് നമ്മുടെ എന്തായിട്ടാണ് ഇവര് എന്ത് കഴക്കൂട്ടത്തിന് എവിടെയാണ് നമുക്കറിയില്ല. എന്തായിട്ടിടും. ഞാൻ എൻ്റെ അത്യാവശ്യം നമുക്ക് സമയത്തിനനുസരിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പുകൾ എഴുതുന്നുണ്ട്, എത്ര കണ്ടിന്യൂറ്റി ആയിട്ട് എഴുതുന്നുണ്ട്, കണ്ടിന്യൂറ്റി വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ പാട്ട് കേൾക്കണതും ഞാൻ ഒരു റെക്കോർഡ് ചെയ്യണതൊക്കെ കഴിയോടെ അറിഞ്ഞ് എന്താണ് അത് ഇത് മനസ്സിലാവുന്നില്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോഴും ഈ എന്താ പൊട്ട രീതിയിൽ വാൽനാക്ക് മാത്രം ഉപയോഗിച്ച് നശിപ്പിക്കാൻ നടക്കുന്ന ആൾക്കാർ എന്തിനാണ് നമ്മുടെ കൂടെ? എനിക്ക് പേടിയാവണം നിങ്ങളൊക്കെ. നമ്മൾ പല സ്ഥലത്ത് നിങ്ങൾ എന്തൊരു ക്യാരക്ടർ, ഒരു ക്വാളിറ്റി മനസ്സിലാക്കാത്ത മനുഷ്യന്റെ. ഈ സിബിലിനെതിരെ ഒരു കേസ് ഇപ്പോഴും കോടതിയിലൊക്കെ നടക്കുന്നുണ്ട്. എന്തായെന്ന് പറഞ്ഞാൽ പിന്നെ പത്രങ്ങള് ചെയ്യേണ്ട ഒരു ഉപകാരം. ഇതൊക്കെ ഏതെങ്കിലും പത്രക്കാർ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരുപാട്. ഇപ്പൊ ദീപികയ്ക്ക് 2-3 സ്ഥാനം തോന്നുന്നു ദീപികയ്ക്ക് കേരളത്തിലെ ആദ്യം ഇറങ്ങിയ പത്രങ്ങളുടെ സ്ഥാനത്തില് 3 സ്ഥാനം തോന്നുന്നുണ്ട്. പിന്നെ എനിക്കറിയില്ല, എൻ്റെ തോന്നലാവാം. അപ്പോ മനോരമ, മാതൃഭൂമി അങ്ങനെ ആ പത്രങ്ങളില്ലേ, അപ്പോൾ അതൊരു ഫസ്റ്റ് പേജ്. ഇപ്പൊ നിങ്ങൾക്ക് കുറെ ഇമ്പോർട്ടന്റ് വാക്കുകളില്ലേ, നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് വാർത്തകളില്ലേ, നമ്മൾ കാണുന്ന ഇമ്പോർട്ടന്റ്. കഴിഞ്ഞ 5-30 കൊല്ലമായിട്ട് കേൾക്കണമെന്ന് മാത്രമേ എന്നും കേൾക്കണുള്ളൂ. വേറെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാർത്തകളോട് വരുന്ന ഒന്നുമില്ല. ഈ കോൺഗ്രസ് ഭരിക്കാൻ ശ്രമിക്കുന്ന പോലെ കാണിക്കുന്നത്. ഈ കേന്ദ്ര സർക്കാരിന്റെ ഓരോ ഇതും നമ്മുടെ സംസ്ഥാനത്തിന്റെ പേരിലാക്കി കൊടുത്തത് ജനങ്ങൾ മനസ്സിലാക്കി ചിരിച്ചു തുടങ്ങി. ഇന്ന് ആരും കാണണമെന്നില്ല. ലാസ്റ്റ് പറഞ്ഞ ഞാൻ മറന്നുപോയി. നിങ്ങളൊക്കെ വിമർശിക്കുമ്പോൾ പേടിയാവുന്നതുകൊണ്ട് ഇത് പോവുക. വിമർശിക്കാൻ പാടില്ലല്ലോ. രാഷ്ട്രീയ പാർട്ടിക്കാരോ രാഷ്ട്രീയക്കാരും വിമർശിക്കാൻ പാടില്ല. അപ്പോൾ തൽക്കാലം എന്ന് ഓർത്തിട്ട് പറയാം. തൽക്കാലം നിർത്തട്ടെ. വന്ദേ മാതരം. അഖണ്ഡ ഭാരത് അമർ രഹേ. വന്ദേ മാതരം.